ശ്രീ ഷാജഹാൻ, കേരളത്തിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ആട് തേക്ക് മാഞ്ചിയം തൊട്ട് ടോട്ടൽ ഫോർ യു റൈസ് പുള്ളർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തട്ടിപ്പ് ഓരോ വർഷവും കേരളത്തിൽ നടക്കുന്നുണ്ട്. തട്ടിക്കപ്പെടാൻ ഇങ്ങനെ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ജനതയാണ് കേരളം എന്ന ആളുകൾക്ക് കളിയാക്കാറുമുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഒരു സമാന്തര സംവിധാനം, സമാന്തര ഗവൺമെന്റ് സംവിധാനം പോലെ പ്രവർത്തിച്ച് ഫീൽഡ് പ്രൊമോട്ടർമാരെ വെക്കുന്നു, എന്നിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഇത്തരം ഒരു മെക്കാനിസം നടന്നിട്ട് ഇത് തട്ടിപ്പായിരിക്കുമെന്ന് ഒരാൾക്ക് പോലും തോന്നാത്തത് എന്താണ്? തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഒരു ജാഗ്രത കുറവ് ഇതിൽ നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജാഗ്രത കുറവ് മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇപ്പം ഇരവാദം ഉയർത്തുന്നവർ വരെ ഇതിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ചെയ്ത കുറ്റത്തിൽ നിന്നും അവരാരും ഒഴിവാകുന്നില്ല. കാരണം ഇതിൽ ഇടനിലക്കാരായിട്ട് ആരെല്ലാം നിന്നിട്ടുണ്ടോ അവരെല്ലാവരും ഇതിൽ പ്രതികളായിട്ട് വരും. അതിൽ നിന്നും ആർക്കും ഒഴിയാൻ പറ്റില്ല. ഇതിൽ എല്ലാവിധ ഇത് ശരിക്കും ചെയ്തേക്കുന്നത് ഒരു ഫിഷിംഗ് ട്രാപ്പാണ്. അതായത് ചെറിയ മീനായിട്ട് വലിയ മീനെ പിടിക്കുക, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും വീണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റുള്ള രീതിയിൽ രക്ഷപ്പെടാനുള്ള വാദങ്ങളോ പ്രതിവാദങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇടനിലക്കാരായിട്ട് പഞ്ചായത്ത് മെമ്പറായാലും സൊസൈറ്റി മെമ്പറായാലും രാഷ്ട്രീയക്കാരായാലും മതസംഘടനയുടെ ആളുകളായാലും സൊസൈറ്റി മെമ്പർമാരായാലും എല്ലാവരും ഇതിൽ പ്രതികളായിട്ട് വരും.